അഖിലെ വേണ്ട. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല കൃഷ്ണേട്ടാ. തൃച്ചംബരത്ത് കുടുംബത്തിന് ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട്. ഇപ്പൊ അതിനെന്ത് പറ്റിയെന്നാ നീ പറയുന്നത്? അവളോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും അവനവന്റെ നില മറന്ന് പെരുമാറരുതെന്ന്. അവള് തൃച്ചംബരത്ത് വെറും അടുക്കളക്കാരിയാ. ആ ലിമിറ്റിനകത്ത് നിൽക്കണം അവള്. കൃഷ്ണേട്ടാ, ഇന്ന് അവളുടെ കല്യാണമാ. കുറച്ച് സമയം കൂടി കഴിയുമ്പോ വേറൊരുത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ളതാ. അതിനിടയിൽ ഇവൾ എന്തിനാ ആനന്ദനെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ വന്നത്? അഖിലെ, അറിയാലോ ഒന്ന് രാവിലത്തെ കാര്യം. അനുഗ്രഹം വാങ്ങാൻ വന്ന ദാസിനെയും കല്യാണിയും കാര്യമറിയാതെ ശകാരിച്ചിട്ട് പിന്നീട് നിനക്ക് വലിയ ഫീലിംഗ് ആയി. അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടും പ്ലീസ്. ഇതിനെത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഭയമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണേട്ടൻ ആനന്ദിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മാത്രമായി ഇതിനെ കാണുന്നത്. പക്ഷെ ഞാനതല്ല. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായിട്ടാ നോക്കിക്കാണുന്നത്. ഏത് കൊടുങ്കാറ്റിലും അന്തസ്സും കുലമഹിമയും കൈവിടാതെ പിടിക്കേണ്ടുന്ന എന്റെ സ്ഥാനത്ത് നിന്ന് നോക്കിയാലേ കൃഷ്ണേട്ടനത് മനസ്സിലാവും. ഇന്നെന്താ എന്റെ മോനൊരു പുതുമയൊക്കെ? പിറന്നാളായിട്ട് എന്നോട് പോലും പറയാതെ മോനെന്താ വീട്ടിലെ ജോലിക്കാരിയുടെ കൂടെ അമ്പലത്തിൽ വന്നത്? സോറി അമ്മേ, കല്യാണി എനിക്ക് വേണ്ടി എന്തോ നേർച്ചകൾ നേർന്നിരുന്നു. അത് ചെയ്യാൻ അവളോടൊപ്പം ഒന്ന് വരുമെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടി ചെയ്യുന്ന നേർച്ചയല്ലേ, പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. അതാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. നേർച്ചകളോ? അതെന്താണെന്ന് മനസ്സിലായില്ല. അത് മാഡം, മംഗല്യസിദ്ധി പൂജയും പുഷ്പാഞ്ജലിയോ പ്രധാനമായിട്ട്. മാഡത്തിന്റെ ആഗ്രഹം പോലെ വല്യുഞ്ഞിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടിയ വല്യുഞ്ഞുമായിട്ട് വന്ന് ഈ പൂജകളൊക്കെ ചെയ്തോളാന്ന് ഞാൻ ദേവിയോട് നേർന്നിരുന്നു. ശരി കല്യാണി, ആയിക്കോട്ടെ. പക്ഷെ ആ നേർച്ചകൾ ഇന്ന് തന്നെ ചെയ്യണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? പിന്നൊരു ദിവസം ചെയ്താൽ പോരെ? മതി. പക്ഷേ ഇന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട് വിട്ട് പോവല്ലേ. പിന്നെ വീട്ടില് ജോലിക്ക് പോലും വരണ്ടെന്ന് മാഡം പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോ എനിക്കൊരിക്കലും പിന്നെ ഈ നേർച്ച നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പിന്നെ മാഡത്തിനും തൃച്ചംബരം തറവാടിനും ദേവീകോപം ഉണ്ടായാലൊന്ന് ഭയന്നിട്ടാ ഇന്ന് തന്നെ വല്യുഞ്ഞിനെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. അത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം, മാപ്പ്. ആ ശരി ശരി, നിന്റെ കല്യാണ മുഹൂർത്തത്തിന് സമയമായി. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി കഴിഞ്ഞു. ശരി മാഡം. അല്ലമ്മേ, കല്യാണി ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. വേണ്ട, നിന്റെ കല്യാണ മുഹൂർത്തത്തിന് സമയമായി. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി കഴിഞ്ഞു. ശരി മാഡം. അല്ലമ്മേ, കല്യാണി ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. വേണ്ട, അവളൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളും, അല്ലെങ്കിൽ നടന്ന്. നീ അതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കല്യാണി പെട്ടെന്നാവട്ടെ. ശരി മാഡം.
എന്നാ പിന്നെ നമ്മൾ ഇറങ്ങിയല്ലേ, ദർശനത്തിനും ദീപാരാധനയ്ക്കും പ്രദക്ഷിണത്തിനും നിന്നാൽ സമയം പോകും. ഒരു മിനിറ്റ്. ആഹാ, അത് പ്രിയങ്കയല്ലേ? ഏയ് പ്രിയങ്ക, അല്ല പ്രിയങ്ക എന്താ ഇവിടെ? ഞാൻ ഇപ്പൊ വന്ന് ഇറങ്ങിയതാ ആന്റി. ഇന്ന് ആനന്ദിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ആനന്ദിന്റെ പേരിൽ ഒരു പൂജ ചെയ്യാന്ന് വിചാരിച്ച് വന്നതാ. ഒരു ഗണപതി ഹോമം നടത്തണം. ആഹാ, വെരി ഗുഡ്. അപ്പൊ കല്യാണത്തിന് മുമ്പ് തന്നെ നീ അവകാശങ്ങൾ സ്ഥാപിച്ചു തുടങ്ങിയല്ലേ? സന്തോഷായി. ഇനിയിപ്പൊ എത്ര താമസിച്ചാലും നമുക്ക് പൂജ നടത്തിയിട്ട് പോയാ മതി. മോള് വാ. നീ എന്താ ഈ ചെയ്യുന്നേ? നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ നാട്ടിലേക്ക് പോവാ ആന്റി. ആന്റി വരാൻ ഞാൻ കാത്തിരുന്നതാ. അതെന്താ ഇത്ര പെട്ടെന്ന്? അച്ഛനെ അമ്മയും കാണണോ നിനക്ക്? അതൊന്നുമല്ല. ഇനി എന്തിനാ ആന്റി ഞാൻ ഇവിടെ നിൽക്കുന്നേ? അത് കൊള്ളാം. നീ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നോ? എടി, നിനക്ക് അൽഷിമേഴ്സൊന്നും വന്നില്ലല്ലോ. കഷ്ടം തന്നെ. ഞാൻ നിന്നെ ഇവിടുത്തെ മൂത്ത മരുമകളാക്കൂന്ന് പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? ഒരു കഷ്ടവും ഇല്ല. രാവിലെ ഇവിടെ നടന്നതൊക്കെ ആന്റി മറന്നിട്ടില്ലല്ലോ. മൂത്ത മരുമകൾ വരുന്ന സമയത്തെ കല്യാണി കേറി വന്നെന്ന് പറഞ്ഞ് അഖിലാന്റി കാണിച്ച കൂത്ത് എന്തായിരുന്നു? കല്യാണത്തിന് അനുഗ്രഹം വാങ്ങാൻ വന്ന കല്യാണിയുടെ ഗതി ഇതാണെങ്കിൽ അപ്പൊ ഈ കല്യാണത്തിന് കുറുകെ നിൽക്കുന്ന എന്റെ ഗതി എന്തായിരിക്കും? ഓഹോ, ഹോ, അത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. എടി, ആ അടുക്കളക്കാരി കല്യാണി എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? എടി, നീയേ ഈ തൃച്ചംബരത്തെ വിലാസിനിയുടെ അനന്തരവളാ. അഖിലാണ്ടേശ്വരി ആ പ്രിയങ്ക പെണ്ണിനെ കണ്ടെത്തുന്നതിന് ഒരുപാട് നാള് മുന്നേ ഞാൻ തീരുമാനം എടുത്തതാ നിന്നെ ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളാക്കൂന്ന്. അയ്യോ എന്റെ ആന്റി, അഖിലാന്റി ഒരു തീരുമാനം എടുത്താ അത് നടപ്പാക്കി അടങ്ങുമെന്നുള്ളത് ആന്റിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ആന്റി വെറുതെ? എടി, എന്നാ നീ ഇനി കേട്ടോ, അഖിലാണ്ടേശ്വരിയുടെ പ്ലാനുകളൊക്കെ പൊളിച്ചടുക്കാൻ പോവാ ഈ വിലാസിനി. ഓരോന്നോരോന്നായിട്ടല്ല, ഒരു ചീട്ട് കൊട്ടാരം പൊളിയുന്നത് പോലെ ചടപടാന്ന്. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇവിടെ ഇപ്പൊ അഖില ആ പ്രിയങ്ക ഒന്ന് ആലോചിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ നിശ്ചയം കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാ എഴുതി വെച്ചോ, അതൊന്നും നടക്കാൻ പോകുന്നില്ല.
ഈ വിലാസിനി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. അത് നടത്താനുള്ള ഗഡ്സ് ഈ വിലാസിനിക്കുണ്ടെന്ന അരവിന്ദിന്റെ നിശ്ചയം മുടക്കി ഞാൻ തെളിയിച്ചതല്ലേ? എന്താ അതുപോരെ എന്റെ ശക്തിയും ബുദ്ധിയും തെളിയിക്കാൻ? അപ്പോ ആന്റി, ഞാനും അനന്തേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ? ഹോ, സന്തോഷായി. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇനി നാട്ടിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടത്തെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ടേ എങ്ങനെ പോകുന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനമായി. ആന്റി വെറുതെ പറഞ്ഞൊന്നുമല്ലല്ലോ, ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞത് സത്യമല്ലേ? ദേ, എന്റെ തലയെ പിടിച്ച് സത്യം ചെയ്തേ നോക്കട്ടെ. സത്യം. നിന്നെ സുഖിപ്പിക്കാനുള്ള നല്ല വാക്കുകളൊന്നും അല്ല ഇത്. ഇനി വേണ്ടി വന്ന അംഗത്തിനിറങ്ങും ഈ വിലാസിനി. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ആയുധം കുന്തോൻ ചുരുകിയൊന്നുമല്ല, വാള. ഇരുതല മൂർച്ചയുള്ള നല്ല ഉഗ്രൻ വാളെടുത്ത് വീശും ഞാൻ. വെട്ടൊന്ന് തുണ്ടം 2, അതാണ് ഇനി പ്രമാണം. ആന്റി ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇരുതല മൂർച്ചയുള്ള വാളോ? അതേടി, തൊട്ട ചോര ചീറ്റുന്ന ആയുധം. ആനന്ദിന്റെയും കല്യാണിയുടെയും ഡെമോ കല്യാണം. കല്യാണ മണ്ഡപത്തിൽ LED സ്ക്രീൻ വെച്ച വിലാസിനി ഷോ നടത്താൻ പോകുന്നത്. ഇനി അവിടെ നടക്കാൻ പോകുന്നത് കല്യാണമല്ല, ശവോടക്ക. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ തോക്കിന്ന് പൊട്ടും. പൊട്ടിക്കും ഞാൻ. ദാ, ഇത് വെച്ച് ബർത്ത്ഡേക്ക് എന്റെ വക ഒരു സ്മോൾ ഗിഫ്റ്റ്. പ്ലീസ്. കണ്ടില്ലേ ആന്റി അവളുടെ ഒരു ചിരി? എന്റെ സ്ഥാനത്തല്ല അവളിപ്പോ നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. എടി, നീ ഒന്ന് അടങ്ങ്. അവൾ എന്തോ കാണിക്കട്ടെ. ഏതായാലും അവസാനം ഈ തൃച്ചംബരത്ത് മൂത്ത മരുമകളായിട്ട് വലതുകാല് വെച്ച് കേറാൻ പോകുന്നത് നീ തന്നെയാ. ആനന്ദിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചിരിക്കും. അല്ല, ചേച്ചിയെ കാണുന്നില്ലല്ലോ. നീ വന്നേ. നിനക്ക് കണ്ണു മൂക്കൊന്ന് കാണാൻ വയ്യടി?
എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ അനന്തരവളെ അടിക്കാൻ കയ്യോങ്ങുന്നു. നീ ഏത് കുമ്പത്തെ റാണി എന്ന് പറഞ്ഞാലും വെച്ചേക്കില്ല നിന്റെ ഈ കൈ. വിലാസിനി, ആദ്യം നിന്റെ അനന്തരവളോട് മര്യാദയ്ക്ക് നടക്കാൻ പറ. അവളാണ് ലക്കിൽ ലെക്കാനോ ഇല്ലാതെ ഇങ്ങോട്ട് വന്ന് മുട്ടിയത്. പ്രിയങ്ക, മോള് വാ, അഖില റെഡിയായെന്ന് തോന്നുന്നു. അടിക്കാൻ ഓങ്ങിയ കൈ പിൻവലിച്ച ശീലമില്ല ഈ പ്രിയങ്ക വർമ്മയ്ക്ക്. പ്രിയങ്ക, വാട്ട് ഈസ് ദിസ്? ഇന്ന് ഈ തൃച്ചംബരത്തെ 2 വിശേഷങ്ങളാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് വെറുതെ സോറി അങ്കിൾ, ഐ എം വെരി വെരി സോറി. ആ വരൂ. അങ്കിള് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പൊ വിടുന്നു. അല്ലെങ്കിൽ ഇന്നത്തോടെ നിന്റെ അഹങ്കാരം തീർത്തേനെ. ഇനി എന്റെ കൺമുന്നിൽ പെട്ടേക്കരുത്. അതാ നിനക്ക് നല്ലത്. ഡീ, പ്രിയങ്ക, സൂക്ഷിച്ചും കണ്ടും നടന്നോ. അതാ രണ്ടുപേർക്കും നല്ലത്. ഒരുത്തിയെ കൊണ്ടേ ഇവിടെ സഹിക്കാൻ വയ്യ. വന്നത് അതിലും വലിയ സാധനമാണല്ലോ. ആന്റി, അവൾ എന്നെ അടിച്ചിട്ട് പോയത് കണ്ടില്ലേ? ആന്റി അത് കണ്ടിട്ട് വെറുതെ നോക്കി നിന്നല്ലോ. അവൾ അടിച്ചത് നിന്നെയല്ല, എന്നെയാ. കുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പലിശ ചേർത്ത് തിരിച്ചു കൊടുക്കും. വിലാസിനി അത് കൊടുത്തിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇവളെയല്ല, ആ അടുക്കളക്കാരിയുടെ കല്യാണം മുടക്കല. ആദ്യം അത്, പിന്നെ മതി ഈ നശൂലത്തിന്റെ കാര്യം. നീ വാ. നിന്നോടുള്ള സംസാരം നിർത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചത്. പക്ഷേ എന്റെ ജീവിതത്തിൽ എന്ത് നല്ലതും ചീത്തയും നടന്നാലും അത് നിന്നോട് ഷെയർ ചെയ്യണമെന്നൊരു തോന്നല്. അതാ ഇപ്പൊ നിന്നെ വീണ്ടും ഉപദ്രവിക്കുന്നത്. നിന്നോടുള്ള സംസാരം നിർത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചത്. പക്ഷേ എന്റെ ജീവിതത്തിൽ എന്ത് നല്ലതും ചീത്തയും നടന്നാലും അത് നിന്നോട് ഷെയർ ചെയ്യണമെന്നൊരു തോന്നല്. അതാ ഇപ്പൊ നിന്നെ വീണ്ടും ഉപദ്രവിക്കുന്നത്. അതെ, ഇന്നെന്താ പുതിയ കാര്യം എന്നറിയണ്ടേ? കല്യാണിയും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സായി. ശമ്പളം കൊടുത്ത ഒരു പക്ഷെ 100 ജോലിക്കാരെ കിട്ടുമായിരിക്കും. പക്ഷേ കല്യാണിയെ പോലെ ഒരാളിനും കിട്ടില്ല. ഇവിടെ ഉള്ളവർക്കും അവളോടുണ്ടായിരുന്നത് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റാ. പിന്നെന്താന്ന് വെച്ചാ, കല്യാണിയോട് ഞാൻ എന്റെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞപ്പോ ഞാനൊന്ന് പതറിയോ എന്നൊരു സംശയം. സത്യം പറഞ്ഞ അതായിരുന്നോ ഞാൻ കല്യാണിയോട് പറയാൻ ആഗ്രഹിച്ചത്? അറിയില്ല. ഏതായാലും ഇന്ന് കല്യാണി കല്യാണം കഴിഞ്ഞ് പോവുക. ഇനി കല്യാണിയില്ലാത്ത വീടാ തൃച്ചംബരം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, അവള് തിരിച്ചു വരുമെന്ന്. ആ നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ആ പറയാൻ പിന്നുള്ള കാര്യം, അമ്മയോട് ഒളിപ്പിച്ചു വെച്ച ആ ഡെമോ കല്യാണത്തിനെ പറ്റിയ. കുറച്ചു നാളായത് മനസ്സിന്റെ ഭാരം പോലെ കൊണ്ടു നടക്കുന്നു. കുറ്റബോധം കൊണ്ട് അമ്മയുടെ കണ്ണുകളിലേക്ക് നിവർന്നു നോക്കാനാവാത്ത അവസ്ഥ. പക്ഷെ ഇനി അത് വയ്യ. ഞാൻ എല്ലാം അമ്മയോട് തുറന്നു പറയും. ഫ്രീ ആയി സംസാരിക്കും.
അമ്മയുടെ പഴയ ആനന്ദാവും ഞാൻ. അമ്മയുടെ പഴയ ആനന്ദ.